ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലാറെ ലേറ്റ് ആവുന്ന വിചാരിച്ചത്. ഇപ്പോൾ ഒരു 11:34 അതിൻ്റെ സമയം. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി ചായ അടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിനൊന്ന് ഓണാക്കിയിട്ട് വീണ്ടും ഓഫാക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ കൊടുന്ന നൂഡിൽസ് 2 പാക്കറ്റ് കൊടുന്നതിനോ ഇന്ന് ഡിന്നർ ആക്കണം എന്നൊക്കെ എഴുതിയത്. അപ്പോൾ പിന്നെ ഇങ്ങനെ വിചാരിച്ചു ഇന്ന് രാത്രി ദോശ ആക്കാം. പിന്നെ ഏതായാലും ഇപ്പം ഇന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ തന്നെ 12 മണി ആവാനായി. അപ്പം ഇനി വീണ്ടും വെറുതെ ഓഫ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഉച്ചക്ക് ഫുഡിന് മാത്രം ഓഫ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും വേഗം നൂഡിൽസ് ആയിക്കട്ടെ, എന്നിട്ട് ഊബർ ഓൺ ആക്കട്ടെ. ഇനി എന്താ അവസ്ഥ അറിയില്ല. ഇന്ന് കടകളൊക്കെ തുറന്നുണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇനി എല്ലാവരും ഓണത്തിന് പോയിട്ട് തിരക്കുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. തിരക്കുണ്ടാവില്ലായിരിക്കും. ഓട്ടം എന്താ അവസ്ഥ എന്നറിയില്ല. പിക്കപ്പ് ലോങ് ആകുമ്പോഴാണ് പ്രശ്നം. ഏതായാലും വേഗം ചാടിച്ചാണ്ട് ഇറങ്ങി നോക്കട്ടെ. അങ്ങനെ നമ്മൾ വർക്കിന് ഇറങ്ങി നോക്കാം കേട്ടോ. 12:03 സമയം. എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഊബർ ഓൺ ആക്കി നോക്കട്ടെ. വണ്ടി ഇവിടെ ഉണ്ടോ കേട്ടോ ആദ്യം. അപ്പോൾ സമയം 12:05 കേട്ടോ. നമുക്ക് ഊബർ ഓണാക്കാം. ഊബറിൻ്റെ വാലറ്റിലുള്ളത് ഇന്നലെ നമ്മൾ ഒരു ഏകദേശം ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 700 എത്ര ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ച് നമ്മൾ ഓടിയിട്ടുണ്ട്. ഇനി എത്ര ഉണ്ടെന്ന് അറിയില്ല. റേഞ്ചിൻ്റെ ഇഷ്യൂ. അപ്പോൾ അടിക്കുന്നുണ്ട്. എനിക്കൊന്നും സർജ് ഉണ്ടാവും. 4.3 കിലോമീറ്ററൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, വേഗം ഒന്ന് ഓഫ്ലൈൻ ആക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. ഏത് ഓഫ്ലൈനും ആവില്ല ഇപ്പം ഇനി. എന്നിട്ട് നമുക്ക് റാപ്പിഡ് ഓൺ ആക്കി നോക്കാം. എന്താണ് ഇതിൽ അടിയുണ്ടോയെന്ന് നോക്കട്ടെ. ഇതിൽ കുറേ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഊബർ ഓൺ ആക്കാം. പിന്നെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൾഡ് സ്റ്റാർട്ടിങ് എന്താന്ന്. അപ്പോൾ ഈ കോൾഡ് സ്റ്റാർട്ടിങ് പറയുന്നത് വണ്ടി നമ്മൾ കുറേ നേരം ഓഫ് ആക്കിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഓവർ സൗണ്ട് ഉണ്ട്. ഇനി അതിങ്ങനെ ഡൗൺ ആവും. ഇപ്പോൾ ഡൗൺ ആയി. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ഫോണിൽ അങ്ങനെ കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മിനിറ്റോളം വണ്ടി നല്ലോണം ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ഒന്ന് വണ്ടി കുറേ നേരം നിർത്തിയിട്ടതല്ലേ, ഒന്ന് റെഡിയായി വരികയാണത്. അപ്പോൾ അതിനാണ് ഈ കോൾഡ് സ്റ്റാർട്ടിങ് പറയുന്നത്. നമ്മളെ കമൻറ്റിൽ ആരും പറഞ്ഞതാട്ടോ, എനിക്ക് അതിൻ്റെ പേര് അറിയില്ലായിരുന്നു. ഊബർ ഇവിടെ സർജൊന്നും കാണുന്നില്ല, കാക്കനാട് ഭാഗത്ത്. പിന്നെ കൊച്ചി ഭാഗത്ത്, ഫോർട്ട് കൊച്ചി ഭാഗത്ത് സർജ് കാണിക്കുന്നുണ്ട്. കനയന്നൂർ, പിന്നെ വേറെ എവിടെ ഈ ആലുവൻ്റെ ഈ ഭാഗത്തും കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഓണാക്കിയപ്പോൾ നമുക്കിപ്പോൾ 2 മാച്ച് വന്ന് പെട്ടെന്ന് തന്നെ. പിക്കപ്പ് കുറച്ച് കൂടുതലാണ്. അതാ പ്രശ്നം. എനിക്ക് ഊബർ ഓണാക്കാൻ അതാണ് ഒരു മടി. കാരണം പിക്കപ്പ് കൂടുതൽ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ നമ്മളെ CNG അടിച്ചിട്ട് 86 കിലോമീറ്റർ ഓടിയിട്ടോ. ഇന്നലെ വല്ലാണ്ട് ബ്ലോക്ക് നമുക്ക് കിട്ടിയില്ല. പക്ഷേങ്കിൽ രാത്രി ആയപ്പോൾ പിന്നെയും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബില്ല് നമ്മൾ ഇന്നലെ 0 ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ 685 കിടക്കണത്. 2 ദിവസത്തെ ഉണ്ടാവും. ഇപ്പം ഇന്ന് എന്തായാലും 0 ആക്കിയിട്ടുണ്ട്. നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ചാണ് പോന്നിട്ടുണ്ട്. ഞാൻ അവിടെ റൈറ്റും പാടെ തിരിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. അപ്പോൾ നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് തിരിയാം. ഇന്ന് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ റോഡിൽ. ഇത്ര വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ. ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നണേ ഊബർ വണ്ടികൾ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്ര പിക്കപ്പ് അടിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഭാരത് മാതാ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം ഒന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. റാപ്പിഡോയിൽ അടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഊബറും പാടെ ഓണാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ ഒരു തണലത്ത് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയി. ഇതുവരെ റാപ്പിഡോയിൽ യാത്രയിലും ട്രിപ്പ് വന്നിട്ടില്ല. അപ്പോൾ ഊബറിൽ മാത്രമേ ഉള്ളൂ ട്രിപ്പ്. ഇപ്പോൾ ഇനി പിക്കപ്പ് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. ഒരു ഗതി കെട്ടാൽ പിന്നെ എന്താ ചെയ്യുക, വേറെ ട്രിപ്പില്ല. ഇങ്ങനെ ഓണാക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ സർജൊക്കെ പോയിക്കൊണ്ടു. അതിൽ അവിടെ ഇവിടെയൊക്കെ സർജ് ഉണ്ട്. ട്രിപ്പ് അടിയുമായിരിക്കും. നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പാട്ടോ, യാത്രയിലാണ് അടിച്ചത്. 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 9 കിലോമീറ്റർ ഡ്രോപ്പോ, 193 രൂപ. രതീഷാണ്. രതീഷ് ഈസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം. ഊബർ ഓഫ് ചെയ്യട്ടോ. റാപ്പിഡോ അതിൻ്റെ ഇടയ്ക്ക് അടിച്ചാലും കുഴപ്പമില്ല. ഊബർ അടിച്ചാലാണ് പ്രശ്നം. നമ്മളെ ഈ ഓണത്തിൻ്റെ സീസണിൽ നമ്മളത് കണ്ടോ, അന്നേരം 97 ആയിരുന്നു. ഇപ്പോൾ കൂടിയുണ്ടോ, 98 ആയിട്ടുണ്ട്. ഇന്നലെ കുറേ ട്രിപ്പ് എടുത്തിട്ട് ക്യാൻസലേഷൻ റേറ്റ് 3 ആയിട്ടുണ്ട്. പിന്നെന്താ ഓരോട് പറയുമ്പോൾ ഒരു തെറി പറയും. അപ്പോൾ പിന്നെന്താ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ, അപ്പോൾ കുറച്ച് സാഹചര്യങ്ങളിൽ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ യാത്രേൻ്റെ ട്രിപ്പിനെ എടുക്കാൻ പോട്ടെ. രതീഷിനെ കസ്റ്റമറെ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആർ യു സ്റ്റാർട്ടിങ് എന്ന്. അപ്പോൾ യെസ്, അല്ലെങ്കിൽ ആൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് പതുക്കെയാണ് വണ്ടി പോയിരുന്നെന്നുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇനി അടുത്ത വണ്ടിയും കിട്ടൂല. ഇത് നമ്മളെ ഈച്ചമുക്ക ഭാഗത്തു നിന്നാണ് കേട്ടോ ട്രിപ്പ് അടിച്ചിരിക്കണേ. DLF ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നാണ്. അയാൾ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അർജൻറ്റ് കമ്മ് സൂണ് പറഞ്ഞാണ്ട്. കം സൂൺ. എന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ വണ്ടി കയറിയിട്ട് വേം കൂടെ അറിയും ചിലപ്പോൾ. അതാണ് ഇങ്ങനത്തെ ഒരു കയറിയ പ്രശ്നം. ഇപ്പോഴത്തെ ഈ വണ്ടി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ വണ്ടി കിട്ടിയതിന് സന്തോഷിക്കുക വേണ്ടത്. ഇതിപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ കണ്ടോ ഓരോ സ്വഭാവം മാറും. വണ്ടി കിട്ടാതെ ഡിമാൻഡുള്ള സമയമാണെങ്കിലും ഓലെ നിലക്കൊരു കുറവും ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ഇതാട്ടോ, അത് വേറൊരു ഡ്രൈവറാണ്, എർട്ടിക മോഡലിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ അതങ്ങനെ ഡ്രോപ്പ് ചെയ്തു. 193 രൂപയുടെ ട്രിപ്പായിരുന്നു, 200 ഇട്ടിട്ടുണ്ട്. ഇതാണോ, ഇതാണ് ഡ്രൈവറും തമ്മിലുള്ള ബോണ്ടിങ്. ഡ്രൈവറിനറിയാം വേറെ ലോല് കയറി ആ 193 ചിലപ്പോൾ ഇടില്ല, 192 പോയിന്റ് ഇടും, ചിലർ 192 ഇടും. ഇത് യാത്രയിലാണ് അടിച്ചത്. കുറേ ഇങ്ങനെ സംസാരിച്ച് പോകുന്ന ആള് ഊബറൊന്നും അല്ല ഓടുന്ന ആള്, വേറെ ഏതൊരു ആളെ വണ്ടിയാണ്. അപ്പോൾ ആളെ ഓട്ടം മാത്രം അങ്ങനെ ഓടുന്നൊരു ആളാണ്. അപ്പോൾ ആള് ഗൾഫിൽ പോകാമെന്നൊക്കെ പറഞ്ഞത്. കുറേ ഇങ്ങനെ സംസാരിച്ച് പോന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഊബർ ഓടലൊന്നും നടക്കൂല. കാരണം എന്താ വെച്ചാൽ ഓട്ടമുണ്ട്, അങ്ങനെ വലിയ രീതിക്ക് ഊബർ പൈസ ഉണ്ടാക്കാനാണ്ട് അങ്ങനെ വരാൻ പറ്റുന്നില്ല. പണിയെടുത്താൽ മാത്രമേ ഇവിടെയും പൈസ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെന്താണെന്നോ, ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളും, ഇപ്പോൾ റേറ്റ് കുറേ കുറഞ്ഞിക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളും കുറച്ച് കാലം കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം ഒന്നും ആവരുത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല തണലും കാര്യങ്ങളുണ്ട്, നമ്മളെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാട്ടോ. അപ്പോൾ ഏതായാലും റാപ്പിഡോ ഇതുവരെ നമുക്ക് ഒന്നും അടിച്ചിട്ടില്ല. റാപ്പിഡോ ഇങ്ങനെയാണ്, അടി തുടങ്ങിയാൽ മാത്രമേ അടികൾ വരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഊബറൊന്ന് ഓണാക്കാം, അല്ലെങ്കിൽ ഈ ഒരു കടത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ പിക്കപ്പ് ഇതേപോലെ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ മാക്സിമം എടുക്കാൻ നോക്കാം. അതിൻ്റെ മേലൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കട്ടെ. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 4 കിലോമീറ്റർ പിക്കപ്പും 9 കിലോമീറ്റർ ഡ്രോപ്പും എടുത്ത് ഓടുക. അല്ല അപ്പോൾ എന്താ പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായി, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോകില്ലാന്ന് വിചാരിച്ചു, കാരണം വണ്ടികളില്ലാത്ത സമയമല്ലേ. അത് പേടിക്കാമല്ലോ, ഇപ്പോൾ തന്നെ ട്രിപ്പ് വരും. ഊബറിൽ ട്രിപ്പ് ഉണ്ടാവും, ഊബറിൽ ട്രിപ്പില്ലാത്ത കുറവൊന്നും ഉണ്ടാവില്ല, വണ്ടി ഇല്ലാത്ത കുറവാണ്, പിക്കപ്പ് കൂടും, അതാ പ്രശ്നം. വണ്ടി ക്ലീൻ ആക്കാനായിട്ടുണ്ട്, കുറച്ച് ചളികളുണ്ട്. ഇതെത്താപ്പം ഇതൊക്കെ ആരാ ഇവിടെയൊക്കെ ചവിട്ടി ചളിയാക്കിക്കണേ മൊത്തത്തിൽ. ഈ ഒരു കസ്റ്റമർ ഇതാണ് പറഞ്ഞത്, ഈ ഊബർ കൊണ്ടല്ലോ ഓട്ടോനെക്കാട്ടിലും ചിലപ്പോൾ റേറ്റ് കുറവാണ്. ഓല അതിനനുസരിച്ച് നമുക്ക് പരിഗണന വരുള്ളൂ. വണ്ടി കാട്ടിക്കണുണ്ടോ, ഓല ഒരു 200 രൂപേൻ്റെ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് കാട്ടിക്കൂട്ടണാണിത്. ഇതിപ്പോൾ നമുക്ക് അടുത്ത കസ്റ്റമർ കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, അവർ വണ്ടി ക്ലീൻ അല്ല പറഞ്ഞാണ്ട് അവർ റിപ്പോർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പിക്കപ്പ് കുറച്ചുള്ളൂ, പിക്കപ്പ് ഫ്രണ്ടിലേക്ക് തന്നെ ആ ഭാഗത്തേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. 800 മീറ്ററോ 700 മീറ്റർ എന്തോ ഉള്ളൂ. പക്ഷേ ഡ്രോപ്പ് 26 കിലോമീറ്റർ ഉണ്ട്. ഇത് ഈ ട്രിപ്പിൻ്റെ അല്ല കേട്ടോ, മുമ്പത്തെ ട്രിപ്പ് ക്യാൻസലായത്. ഈ ട്രിപ്പ് അക്സെപ്റ്റ് ആയതിനു ശേഷമാണ് ഈ സൗണ്ട് വരല്. 850 മീറ്ററാണ് പിക്കപ്പ് ഉള്ളത്, 26 കിലോമീറ്റർ ഡ്രോപ്പും ഉണ്ട്. 406 രൂപയാണ് നമുക്കുള്ള ഏണിങ്സ്. അതിന് ടാക്സ് പോയ ഒരു 380-390 കിട്ടുമായിരിക്കും. ഇതിന് മുമ്പ് നമുക്ക് കുറേ മാച്ചുകൾ വന്നിട്ടോ, മാച്ചുകളൊന്നും കിട്ടിയില്ല. ഇപ്പം വന്ന ട്രിപ്പും തൊട്ട മുമ്പ് മാച്ചായിട്ട് വന്നു, അതും എനിക്ക് കിട്ടിയില്ല. പിന്നെന്താന്നോ, ആരോ മാച്ച് എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. കാരണം 26 കിലോമീറ്റർ ഉണ്ട്. ഈ ടൗണിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ ഓട്ടമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ അതുകൊണ്ട് നമുക്കത് ട്രിപ്പായിട്ട് വന്ന്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിത് ക്യാൻസൽ ചെയ്യാൻ നിൽക്കണില്ല, ആളവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. രഞ്ജിത്താണ് കസ്റ്റമറുടെ പേര്. അപ്പോൾ യാത്ര റാപ്പിഡൊക്കെ ഓഫാക്കിയിട്ട് നേരെ പോട്ടെ. 400 രൂപയുടെ ട്രിപ്പ്. അങ്ങനെ നമ്മൾ ലോങ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 389 രൂപയാണ് നമുക്ക് ആ ട്രിപ്പിന് കിട്ടിയത്. അത് 24 കിലോമീറ്റർ, 2 കിലോമീറ്റർ നമ്മൾ ലാഭിച്ചിട്ടുണ്ട്. 43 മിനിറ്റ്. ആ ട്രിപ്പ് വന്നപ്പോൾ അതേ സമയം തന്നെ കാട്ടിയതിന് കറക്റ്റ് ആ സമയത്ത് എത്തിയിട്ടുണ്ട്. 43 മിനിറ്റും 18 സെക്കൻഡും. അതിൽ 19 രൂപ ടാക്സ് പോയി. 389 നമുക്ക് കിട്ടി. 408.80 ശരിക്കും കിട്ടേണ്ടത്. ഇത്ര ടാക്സ് പോയി. പിന്നെ അത് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ക്യാഷ് കളക്റ്റ് ഇല്ല. മറ്റേത് ഇവിടെ ക്യാഷ് കളക്റ്റ് കാണിക്കണ്ടോ, 229 ക്യാഷ് കളക്റ്റ്, 202 നമുക്ക്. ഇത് നമ്മളെ റേറ്റ് മാത്രമേ കാണിക്കുള്ളൂ, അത് ഓൺലൈൻ ട്രിപ്പാണ്. ഇത് ഇവിടെ ഒക്കൽ എന്ന സ്ഥലത്താട്ടോ ഡ്രോപ്പ് ചെയ്തത്. ഇവിടെ ഒക്കൽ ജംഗ്ഷനിൽ ഒരു 150 മീറ്റർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ജംഗ്ഷനിലാണ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കൽ അറിയണത് എവിടെ വരോ, നമ്മൾ ഇന്നലെ ഇൻട്രസിറ്റി പോകുന്നപ്പോൾ നമുക്ക് ഇവിടേക്ക് അങ്കമാലിക്ക് ഒരു ട്രിപ്പ് അടിച്ചിരുന്നല്ലോ, അതാണ് ഈ ഒക്കൽ അറിയണത്. ഇപ്പോൾ ഒരു 144 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. 3.1 കിലോമീറ്റർ പിക്കപ്പും 2.7 കിലോമീറ്റർ ഡ്രോപ്പും ഉള്ളത്. 130-142 ഇവിടുന്ന് റേറ്റ് ആട്ടോ. നമ്മൾ വന്നത് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്നായിരുന്നു, കാലടി ഭാഗത്തു നിന്ന്. ഇവിടുന്ന് കാലടിക്ക് 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് എവിടേക്കും അറിയില്ല. ഇത് ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. ഡ്രോപ്പ് 2 കിലോമീറ്റർ ഉള്ളൂ, പിക്കപ്പ് 3.1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏതായാലും പോയിട്ട് ആളെ പിക്കട്ടെ. എന്തൊരു അഞ്ചറോ അങ്ങനെ എന്താണ് പേര്, ANJAR അഞ്ഞർ എന്താണ്. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അത് നമ്മളെ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കായിരുന്നു. അപ്പോൾ അടുത്തൊരു 140 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആളെ ഹെഡ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷേങ്കിൽ ഈ ജംഗ്ഷൻ്റെ ഉള്ളിലാണ് കാണുന്നത്, വട്ടത്തിൻ്റെ ഉള്ളിൽ. നമുക്ക് അവിടെ എവിടെ നിർത്താൻ പറ്റുക. ഇയാളെ ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണമില്ല. ഇപ്പോഴൊക്കെ കോളിലാണ്, കണ്ടോ, ആളെടുക്കണില്ല.
റിപ്ലൈയും തരുന്നില്ലല്ലോ. ഒരു മെസ്സേജ് വെച്ചിരിക്കണേ എവിടെ കണ്ടിട്ടുമില്ല. ഇയാൾ എടുക്കണില്ലല്ലോ. നമുക്ക് ചെന്ന് നോക്കാം. വേറെ രസമുണ്ടായി. ഞാൻ ഏകദേശം അടുത്തേക്ക് എത്തിയപ്പോഴേ രാജൻ്റെ അവിടെ നിന്ന് കുറച്ച് പോന്നു. ഇനി ഒന്നുകൂടിയാണ് ചെന്ന് നോക്കട്ടെ. ആളെ ഞാൻ കണ്ടില്ല. ആൾ മെസ്സേജ് വെച്ചിരിക്കാം മലയാളത്തിൽ വരുമോ എന്നിട്ട്. അപ്പോൾ ഊബർ ഇതിങ്ങനെ അനൗൺസ് ചെയ്യും മെസ്സേജ് വരുന്നത്. അപ്പോൾ ഊബർ വായിച്ചതാണ് വരുമോ മുഴുകിയ മുഖം. ഇതും പാടെ വായിച്ചു ഊബർ ഈ സ്റ്റിക്കർ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം ഇങ്ങനെ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞാൽ. മലയാളത്തിൽ ചിലവർ ഇടലുണ്ട്, അതുപോലെ വായിക്കലുണ്ട്. പക്ഷേ ഇങ്ങനെ സ്റ്റിക്കർ ഇട്ടാൽ അതിൻ്റെ അർത്ഥം പാടെ പറഞ്ഞുതരും ഊബർ. ഞാൻ ഒന്നുകൂടി ചെന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇപ്പോൾ അതവിടെ യൂട്ടൺ അടിച്ചു. ഇയാളെവിടെ ഇനി നിൽക്കണ കറക്റ്റ് അറിയണില്ല. കറക്റ്റ് ആ റൗണ്ടിലാണ് പിൻ കൊടുത്തിരിക്കണേ. പിന്നെ അയാൾ ഇവിടെ നിൽക്കണമുണ്ട്. ഇങ്ങനെയാണ് കാണിക്കണം. ഇനി ബസ് സ്റ്റാൻഡാണ് ഇവിടെ സൈഡിൽ കിടക്കുന്നത്. അവിടെ ആണോ എന്നറിയില്ല. അവിടെ വണ്ടി അങ്ങനെ നിർത്താൻ പറ്റില്ല. ഇയാളാണെങ്കിൽ കോൾ ചെയ്തിട്ട് എടുക്കണമില്ല. നമുക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാം. ഒന്ന് കോൾ ചെയ്യാൻ പറയാം. അല്ലാപ്പോൾ എന്താ പറയാം, കോൾ മീ. ഇനി മലയാളം മാത്രമേ അറിയുള്ളൂന്നുണ്ടോ? വിളിക്കൂ നെയ്താ, വിളിക്കൂ. ഓക്കെ, ഞാൾ വിളിക്കട്ടെ. അങ്ങോട്ട് ഏതാണ് ഇയാൾ? ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ട്? ഞാനിപ്പോൾ നിൽക്കുന്നിടത്തേക്കാണോ? ആൾ കുറച്ചും കൂടി നടക്കേണ്ടി വരുമല്ലോ. ആ കാണുന്നത് കേട്ടോ, ആ ഷീറ്റ് ഇട്ടതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഏതാ ആള്? ചാറ്റിംഗ് ആണല്ലോ, ഫുള്ള് ചാറ്റിംഗ് ആണ്. വല്ല സീനാവോ? വീണ്ടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടൈപ്പ് ചെയ്യേണ്ടെന്തോ. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നും കൂടിയും ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നിൽക്കാറുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടോ എന്താ അറിയില്ല. കുറച്ചും കൂടി നടക്കാറുണ്ട്. ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. എന്താണ് ടൈപ്പ് ചെയ്യണമെന്ന് നോക്കട്ടെ. ആളെ ആലുവ റൂട്ട് തിരിച്ചു നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കണേ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ആ ഭാഗത്തേക്ക് നിർത്താനാണ് പറയണേ. ആദ്യം ആൾ വരട്ടെ. ചിലപ്പോൾ നമ്മൾ അവിടെയെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ പറയണ്ടാവുക. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒന്നും കൂടി മെസ്സേജ് അയക്കണം. നമ്മളെ കണ്ടുക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ യൂട്ടൺ ഉണ്ട്. ഇവിടെ ഒരു യൂട്ടൺ ഉണ്ട്, തൊട്ടപ്പുറത്ത് അവിടെ ഈ ദോസ്തിൻ്റെ അപ്പുറത്തെ ഒരു യൂട്ടൺ ഉണ്ട്. കുറേ യൂട്ടണുകളുണ്ട് ഇവിടെ. അപ്പോൾ ആളിവിടെ എത്തട്ടെ. ഒന്നുകൂടി മെസ്സേജ് അയക്കട്ടെ, എന്നിട്ട് യൂട്ടൺ അടിക്കാം. അല്ലെങ്കിൽ കുറച്ച് അവിടേക്കാരെ നിൽക്കുന്നുണ്ടാവും, എന്നിട്ട് അവിടെ യൂട്ടൺ അടിക്കാനേക്കാരം. വീണ്ടും നമ്മൾ ഇവിടെ വന്ന് വീണ്ടും യൂട്ടൺ അടിക്കേണ്ടി വരും. അപ്പോൾ അതിലാറല്ലത് ആളൊന്നുകൂടി മെസ്സേജ് ആക്കട്ടെ. ഇവിടെ കണ്ടുക്കണോന്ന് അറിയില്ല. ആള് ഫുള്ള് മെസ്സേജാട്ടോ. തിരിക്കുക, ഞാൻ കണ്ടു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തപ്പോൾ ചെയ്യുക? അവിടെ ഒരാൾ തുണിയിട്ട് വരുന്നുണ്ട്. അതാണോ? എന്തായാലും നമുക്കിവിടെ തിരിക്കുക. ടേക്ക് യൂട്ടൺ. ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ, ആരാണിപ്പോൾ ഇത്? എന്തായാലും അവിടെ യൂട്ടൺ അടിക്കട്ടെ. നമ്മളെ കണ്ടുക്കണമെന്നൊക്കെ പറയണം. പക്ഷേ എങ്കിൽ ഇവിടെ എവിടെ ഞാൻ കാണുന്നില്ല ആര്. അപ്പോൾ നമ്മൾ ആളെ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഞാനാ പറഞ്ഞ തുണിയിട്ട ആൾ തന്നെയാണ്. ഈ 2 പേരായിരുന്നു. അവരെ ട്രാവലറാണത്. അപ്പോൾ അവരുടെ സ്റ്റിക്കർ വർക്കിന് കൊടുത്തിക്കാണ്, അത് വാങ്ങാൻ വരുന്നേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാലേ നമ്മളെ ചെമ്പരക്ക് ഭാഗത്തേക്ക് എത്തും. ഇവിടുന്ന് അടുത്താണ് ചെമ്പരക്ക്. അപ്പോൾ നമുക്ക് അവിടെ എവിടെ അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും തണൽ കാണുമ്പോൾ കുറച്ച് നേരം നിർത്തിയില്ല. വണ്ടി കയറിയപ്പോൾ ഞാനും ആളും വലിയ ദേഷ്യ വർത്താനം പറഞ്ഞില്ല. നിങ്ങളെന്താ അങ്ങോട്ട് വരേനെ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ കണ്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കറക്റ്റ് റൗണ്ടിലാട്ടാ. ഞങ്ങൾ റൗണ്ടിലാട്ടത്, ലൊക്കേഷൻ കറക്റ്റാണ്. പക്ഷേങ്കിൽ എനിക്കവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. അവിടെ ഇങ്ങനെ വണ്ടി എടുത്ത് വെച്ചു. അപ്പോൾ ആളറിയും അവിടെ നിർത്താം, അവിടെ ഗ്യാപ്പൊക്കെ ഉണ്ട്, ഞങ്ങൾ നിർത്തലുണ്ട് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തലില്ല, ഫൈൻ എനിക്കല്ലേ കിട്ടുക. പിന്നെ ഞാൻ ട്രാവലർ ഓടിക്കാണ്, എൻ്റെ വണ്ടി എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കണില്ല, ഇതിനെപ്പറ്റി ഇങ്ങനെ പറയും. അപ്പോൾ അതാണ് ഞാൻ പിന്നെ നിങ്ങളോട് അവിടെ തന്നെ നിന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കറക്റ്റ് ജംഗ്ഷനിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആളെ കിട്ടൂല. കാരണം നിങ്ങൾക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നമ്മളെ വണ്ടി നമ്പർ ഉണ്ടാവും, വണ്ടി ഉണ്ടാവും, എൻ്റെ ഫോട്ടോ ഉണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ തിരിച്ചറിയില്ല, നിങ്ങൾക്ക് നമ്മളെ തിരിച്ചറിയുള്ളൂ. അപ്പോൾ നമ്മളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കാണിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ അതാണ് ആദ്യം ഒരു 2-3 വട്ടം കോൾ ചെയ്തു, നിങ്ങളെ കിട്ടിയില്ല. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് റൗണ്ടിലാണ്. റൗണ്ടിലേക്ക് ഇപ്പോൾ എങ്ങനെ നമ്മൾ വണ്ടി എടുത്താൽ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യേണ്ടി വരും. റൈറ്റ് സൈഡ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ല, ജംഗ്ഷനാണ്. നിങ്ങൾ വണ്ടി ഓടിക്കണതല്ലേ. അപ്പോൾ അങ്ങനെ വലിയ ഒച്ചത്തിലല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം കുറച്ചിങ്ങനെ സംസാരിച്ചു. പിന്നെ പതുക്കെ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചു. ഇവിടെയാണോ വണ്ടി കൊടുത്തിക്കണേ, എന്താണ് സ്ഥലങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ കമ്പനിയായി. ആളിവിടെ സ്റ്റിക്കർ വർക്കിന് കൊടുത്തിക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംസാരിച്ച് ഇങ്ങനെ പോന്ന്. പിന്നെ ആൾ ലോങ് ട്രിപ്പ് പോയിക്കാൻ ഇന്ന് രാവിലെയാണ് വന്നത്. അങ്ങനെ കുറച്ച് സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ആളെ ചേട്ടനായിരുന്നീനെ. അപ്പോൾ തുണിയിട്ട ആളാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ആളോട് ഫസ്റ്റ് ആളാണ് ഇറങ്ങിയത്, ഏട്ടനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരെ ഡ്രൈവറാണ് കിളിയാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അതെൻ്റെ ഏട്ടനാണ്, ആൾ സംസാരിക്കൂല പറഞ്ഞു. എന്തോ ഒരു ആക്സിഡൻ്റ് എന്തോ കഴിഞ്ഞപ്പോൾ മുതൽ സംസാരിക്കില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമ്പോൾ മുതലാളി ബാക്കിൽ നിൽക്കുമ്പോൾ മുതലാളി ഇങ്ങനെ സംസാരിക്കാണല്ലോ, അതുകൊണ്ട് മിണ്ടാക്കാണ് എഴുതി, ഡ്രൈവർ എന്തെങ്കിലുമാണ് എഴുതി, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ആൾക്ക് സംസാരിക്കാൻ വയ്ക്കാത്തതുകൊണ്ടാണ്, അതുകൊണ്ടേക്കാരം ചിലപ്പോൾ ഫ്രണ്ടിലും ആണ് ഇരുന്നതും ഏട്ടനേക്കരം. അപ്പോൾ ഏതായാലും അങ്ങനെ അത് ക്ലോസ് ചെയ്തു. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാൽ പൂക്കാട്ടുപടിക്ക് പോവാം, സ്ട്രൈറ്റ് പോയാൽ ആലുവക്ക് പോവാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുറച്ച് പോയാൽ മതി പൂക്കാട്ടുപടിക്ക്. ഇവിടെ ഒരു ടർഫൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇത് തന്നെയാണ് റോഡ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ തണൽ കാണുമ്പോൾ നിർത്താം. നമുക്ക് ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, കിട്ടുമെന്നറിയില്ല. അത് വലിയ ലാഭമൊന്നുമില്ല. 388 രൂപയുടെ ട്രിപ്പാണ് മരടിലേക്ക്. അത് കിട്ടിയില്ല. അപ്പോൾ 3.8 കിലോമീറ്റർ എത്ര പിക്കപ്പും ഉണ്ട്. പിന്നെ ഇതാട്ടെ ഞാൻ പറഞ്ഞ ടർഫ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു തണലിട്ടിക്കണി മതിലിനോട് ചാരിയിട്ട്. വലിയ ഗ്യാപ്പൊന്നുമില്ല, ഈ വെള്ളവര ഉണ്ടോ അത്രേ ഉള്ളൂ പാർക്കിംഗ് ഏരിയ. എന്നാലും ഒന്നും കൂടി ഒതുക്കിയിടുക, ഇന്ന് വലിയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആ ട്രിപ്പ് വീണ്ടും വന്നിക്കണം കേട്ടോ മരടിക്ക്. 23 കിലോമീറ്റർ ഉണ്ട്, 3.9 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്. അതെന്താണെന്നോ, നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ലോങ് മാച്ച് ട്രിപ്പ് വന്നപ്പോൾ ആദ്യം കിട്ടിയില്ല, അത് വേറെ ഏതോ ഡ്രൈവർ എടുത്തു. ഇതും അതേപോലെ തന്നെ, എന്നിട്ട് ഡ്രൈവർ ക്യാൻസൽ ചെയ്ത്. ഇപ്പോൾ നമുക്ക് ട്രിപ്പായിട്ട് വന്നിക്കാം. ഈ ലോങ് പിക്കപ്പ് മാത്രമേ നമുക്ക് ഇങ്ങനെ തരുന്നുള്ളൂ. കുഴപ്പമില്ല, പോയി ഡ്രോപ്പ് ചെയ്യട്ടെ. എറണാകുളം ഭാഗത്തേക്കല്ലേ, മരട് ഭാഗത്തേക്കാണ്. ഇവിടെ എന്നാൽ വല്ലാണ്ട് ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ്, ചെമ്പരക്ക് ഭാഗത്താണ്. ഇത് നമ്മളെ പൂക്കാട്ടുപടി എന്നാട്ടോ ട്രിപ്പ് ഉള്ളത്. ഇതുണ്ടോ പൂക്കാട്ടുപടിയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതാണ് AM റോഡ്, മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് കയറിയിട്ട്. അപ്പോൾ ഈ റോഡിന് നേരെ പോകാനാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്, കുഴപ്പമില്ല. പൂക്കാട്ടുപടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് ലെഫ്റ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. പക്ഷേ ഡ്രോപ്പ് 23 കിലോമീറ്റർ ഉണ്ട്, നമ്മൾ നേരത്തെ പോകുന്ന അതേ ട്രിപ്പ്. പക്ഷെ അതിന് നമുക്ക് 390 അല്ലേ കിട്ടിയത്, 390 കിട്ടി. ഇത് 388 ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒരു 20 രൂപ ടാക്സ് പോയാൽ അത്രയും കിട്ടൂല. അത് കുഴപ്പമില്ല, എങ്ങനെയാലും അവിടെ എത്തിപ്പെട്ടാൽ മതി, എറണാകുളത്ത് എത്തിപ്പെട്ടാൽ മതി. മരടിലേക്കാണ്. അങ്ങനെ നമ്മളെ അടുത്ത ലോങ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇവിടെ എത്തി ക്യാഷ് വാങ്ങാൻ നേരത്തെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ 5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 5.5 കിലോമീറ്റർ. 280 എത്ര ഉണ്ട്, ഡ്രോപ്പ് എത്ര കിലോമീറ്റർ ഉണ്ടോ ഞാൻ നോക്കിയില്ല. ഇതെവിടെ കിടക്കണേ, മാടവന. കുഴപ്പമില്ല, ഹൈവേ കൂടി അങ്ങനെ പോവാം, വലിയ ബ്ലോക്കില്ലാണ്ട് പോവാം. പിന്നെ ഇതും ഓൺലൈൻ ട്രിപ്പായിരുന്നു കേട്ടോ. ഇതിന് 350 കിട്ടി. ഇത് 22 കിലോമീറ്ററും മറ്റേത് 24 കിലോമീറ്റർ. അതിന് 389 കിട്ടി, ഇതിന് 350 കിട്ടി. ഇതിന് കിലോമീറ്റർ കൂടി പൈസ കുറഞ്ഞു. സമയം ഏകദേശം ഒരേപോലെ കേട്ടോ, 44 മിനിറ്റ്, മറ്റേ 43 മിനിറ്റ്. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിലെത്ര ടാക്സ് പോയത്, ഇതിൽ 18 രൂപ. ടാക്സൊക്കെ ഒരേപോലെ തന്നെ പോയത്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. ഇപ്പോൾ ടോട്ടൽ എത്രയായി, 1037 രൂപ 4 ട്രിപ്പ്. അപ്പോൾ ഇനി എന്താ നെയാർക്കോ എന്തൊക്കെ പേരുകളല്ലേ. ഇന്ന് ഫുള്ള് വെറൈറ്റി പേരുകളാട്ടോ നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണമെന്ന് എഴുതിന്. ഇപ്പോൾ 3:44 സമയം. അപ്പോൾ ഇവിടെ മരടിലൊരു വീട്ടിലെ ഊണുണ്ട്. ഇവിടെ ഒരു IT ഓഫീസ് ഉണ്ട്, എന്തൊരു ഹൈലൈറ്റ് പറഞ്ഞിട്ട് എന്തൊരു കമ്പനി. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഊണുണ്ട്, വീട്ടിലെ ഊണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം അന്നൊക്കെ ഓഫീസുകളൊക്കെ അടവാണല്ലോ. അവരെ മെയിൻ കച്ചവടം ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും. ആ ഒരു വഴിയിലാണ്, ഒരു വീട്ടിലാണ് സംഭവം. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ എഴുതിനെ. ഇനിയിപ്പോൾ ഏതായാലും ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നീട് നമ്മളെടുത്ത വീഡിയോയിലൊന്നും വോയിസ് ഉണ്ടായിരുന്നില്ല, മൈക്കയിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 1600 രൂപ 700 രൂപയ്ക്കാണ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം.